പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മാധ്യസ്ഥം തേടിത്തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ആരാധന അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7-ാം തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ വസ്തുനിഷ്ഠവും ദൈവശാസ്ത്ര വിധിപ്രകാരമുള്ളതുമായ അന്വേഷണ പഠനങ്ങൾ നടത്തി ആ പ്രത്യക്ഷപ്പെടലിലൂടെ പ്രകടമായ ദൈവമാതാവിന്റെ പ്രത്യേക കരുതലും സംരക്ഷണവും വെളിപ്പെടുത്തുന്ന പീഡിതരുടെ ആശ്വാസവും പ്രവാചകന്മാരുടെ രാജ്ഞിയും വാഗ്ദാനത്തിന്റെ പേടകവും പ്രപഞ്ച പ്രകൃതിയുടെ മാതാവുമായ പരിശുദ്ധ അമ്മയുടെ ഭക്തി തിരുസഭയിൽ കൂടുതൽ പ്രചരിച്ച് ജീവിതത്തിന്റെ ദുരിത ദുരന്ത അവസ്ഥകളിൽ അകപ്പെട്ട് കഴിയുന്ന അനേകായിരം മക്കൾക്ക് ദൈവത്തിന്റെ സാന്നിധ്യവും സന്ധിപ്പും കൂടുതൽ അനുഭവിക്കുക വഴി ആത്മീയ വിശുദ്ധിയും ദൈവശക്തിയും കൈവരിക്കുവാൻ ഞങ്ങളുടെ കുടുംബങ്ങളെ ഇടയാക്കണമേ. സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ യേശുവേ നന്ദി, ആരാധന, മഹത്വം കർത്താവേ. രോഗങ്ങൾക്ക് തൊഴിലുകളിൽ സംരക്ഷണം നൽകണമേ. വിദേശത്ത് പോകുവാനുള്ള വഴികൾ ഒരുക്കി നൽകണമേ. എല്ലാ കടബാധ്യതകളെയും നീക്കി തരണമേ. സമാധാനം നൽകണമേ. ലഹരിയിൽ നിന്ന് മക്കളെ മോചിപ്പിക്കണമേ. ഹല്ലേലൂയ സ്തുതി കർത്താവേ. ആരാധന സ്തുതി കർത്താവേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അമ്മേ പരിശുദ്ധ അമ്മേ, ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ച പ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം ഇടയാക്കണമേ. പരിശുദ്ധ അമ്മേ, ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ സമൂഹത്തിന്റെ പ്രത്യേക നിയോഗവും നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും അപേക്ഷകളെയും ആവശ്യങ്ങളെയും കൃപാസന മാതാവിന്റെ തിരുനടയിൽ സമർപ്പിക്കാം. BP ജോസഫ് അച്ഛൻ്റെ മിഷൻ നിയോഗങ്ങൾക്ക് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം.
അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഒരുമിച്ച് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ആരാധന. ഈ ആരാധനയിലൂടെ അവിടുത്തെ സവിശേഷമായ സംരക്ഷണങ്ങളെ സഹായിക്കണമേ. ജോസഫ് അച്ഛനിലൂടെ അവിടുത്തെ ദിവ്യ സന്ദേശങ്ങൾ ഈ ലോകത്തിനും ഞങ്ങൾക്ക് കൈമാറി നൽകണമേ. ശരണപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഓരോരുത്തരുടെയും ജീവിത ആവശ്യങ്ങളെ ഉടമ്പടി മാതാവിന്റെ പ്രത്യക്ഷീകരണത്തിന്റെ കൃപയാൽ അവിടുത്തെ ദിവ്യശക്തിയാൽ അനുഗ്രഹവും കൃപയും നൽകി ഞങ്ങളുടെ കുടുംബങ്ങളെ, ജീവിതങ്ങളെ, സാഹചര്യങ്ങളെ, തൊഴിലിടങ്ങളെ, പഠന മേഖലകളെ അനുഗ്രഹിക്കുവാൻ ഇവിടുന്ന് തിരുവുള്ളമാകണമേ. ഹല്ലേലൂയ. സ്തുതി കർത്താവേ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വര ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ. ഈശ്വര നന്ദി. ഈശ്വര ആരാധന. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് ഗായക സംഘത്തോട് ചേർന്ന് കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ ദിവികാരുണ്യ നാഥനെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികകളിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികകളിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാമകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാമകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ വാഴും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ വാഴും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 കൈകൾ ഉയർത്തി അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. അപ്പോസ്തലർ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുകളിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. മാളികമുറിയിൽ നീയായി വന്നൊരു പരിശുദ്ധാത്മാവേ, ദാഹത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ തീനാമകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ തീനാമകളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റ്, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ,
ഉടമ്പടിയുടെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ നമുക്ക് നമ്മുടെ ശ്രദ്ധയിൽ പിടിതരാതെ നിൽക്കുന്ന ഒരു വിഷയമുണ്ട്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചർ തന്നെയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എന്നുവെച്ചാൽ അതിൻ്റെ തനത് ലക്ഷണം. ഉടമ്പടിക്ക് നമ്മൾ 4 ഫീച്ചർ ഓൾറെഡി നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഒന്ന്, അത് നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യും. സൈന്യത്താരെയല്ല, ശക്തിയാരെയല്ല, കർത്താവിൻ്റെ ആത്മാവിനാൽ. നിൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ കൃപ കൊണ്ട്. അതാണ് ഉടമ്പടിയുടെ മുഖമുദ്രയായിട്ടുള്ള എഫേസ്യസ് 2:8, സക്രിയ 4:6. ഇതാണ് ഫണ്ടമെൻ്റലായിട്ടുള്ള ഇതിൻ്റെ ബേസ്മെൻ്റ് എന്ന് പറയുന്നത്. അത് വർക്ക് ചെയ്യണ പലപ്പോഴും ഉടമ്പടിയുടെ ആണെങ്കിൽ നമുക്കറിയാൻ പറ്റും. ഞങ്ങളിവിടെ ആൾക്കാരെ ഫിൽട്ടർ ചെയ്യുന്നത് അങ്ങനെയാണ്. ഉടമ്പടി സാക്ഷ്യമാണോ കോമൺ സാക്ഷ്യമാണോ എന്ന് തമ്മിൽ 2 ആൾക്കാർ സാക്ഷ്യം പറയുമ്പോൾ 2 തരം സാക്ഷ്യങ്ങളുണ്ടാകും. ഒന്ന് തനത് സാക്ഷ്യം, ഉടമ്പടിയുടെ തനത് സാക്ഷ്യങ്ങളുണ്ടാകും. പിന്നെ കോമൺ സാക്ഷ്യങ്ങളുണ്ടാകും. എന്നുവെച്ചാൽ പൊതുവെ ഉടമ്പടി എടുത്തില്ലെങ്കിലും അതൊക്കെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഉടമ്പടി എടുത്തില്ലെങ്കിലും ഇതൊക്കെ സംഭവിക്കാൻ സാധ്യതയാണ് ഉള്ളതാണെങ്കിൽ ചിലപ്പോഴത് ആൾത്താരയിൽ പറയിപ്പിക്കാൻ ചിലപ്പോഴും അവസരം കിട്ടത്തില്ല. കാര്യം എന്താണ്? ഉടമ്പടിയുടെ തനത് ഫീച്ചറുള്ള സാക്ഷ്യങ്ങളുള്ളവരുടെ എണ്ണം കൂടുതലായി വരുമ്പോഴാണ് അങ്ങനെ സംഭവിക്കുന്നത്. എങ്കിലും ചില ആൾക്കാരുടേത് കോമൺ സാക്ഷ്യങ്ങളാണെങ്കിലും ഒരെണ്ണമെങ്കിലും ചിലപ്പോൾ ഉടമ്പടിയുടെ സാക്ഷ്യങ്ങളാവും. അവിടെ ലൈറ്റ് വെയ്റ്റനിങ് എന്ന് പറഞ്ഞ ഭാരച്ചുരുക്കം, ഗംഭീരമായ പ്രാരാബ്ധത്തോടെയുള്ള ഭയങ്കരമായൊരു വിഷയം, വളരെ തൂവലിൻ്റെ ഭാരത്തോടെ, ഒരു തൂവൽ ഭാരത്തോടെ അത് നമുക്ക് അനുഭവപ്പെടുമ്പോൾ അത് നമ്മൾ ചെയ്തത് നമ്മളല്ല, പരിശുദ്ധാത്മാവാണെന്ന് നമുക്ക് മനസ്സിലാകും. അതാണ് ലൈറ്റ് വെയ്റ്റിങ്. അത് ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഉടമ്പടി എടുക്കുന്നവർക്ക്, സത്യസന്ധമായ ഉടമ്പടിയിൽ ജീവിക്കുന്നവർക്ക് എല്ലാവർക്കും തന്നെ ഇതൊരു പ്രതിഭാസമായിട്ട് ഫീൽ ചെയ്യാം. മൂന്നാമത്തേത് ടൈം ഷോർട്ടണിങ് ആണ്. ടൈം ഷോർട്ടണിങ് അതായത് വർഷങ്ങളായിട്ട് നടക്കാത്ത കാര്യങ്ങൾ ഉടമ്പടി എടുക്കുമ്പോൾ ചിലപ്പോൾ 1 ആഴ്ച കൊണ്ട് നടക്കുന്നു. ടൈം ഷോർട്ടണിങ് ചെയ്യും. ഇതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ഇന്നലെ ഒരു ചേട്ടത്തി ഒരു സാക്ഷ്യം പറഞ്ഞ് ടൈം ലാഗിങ് എന്നുവെച്ചാൽ ചില കാര്യങ്ങൾക്ക് പെട്ടെന്ന് നടന്നാൽ പ്രയോജനമില്ലാത്ത കാരണം അത് പ്രയോജനപ്പെടുന്ന സമയത്തേക്ക് ഇങ്ങനെ ലാഗ് ചെയ്ത് കൊണ്ടുപോകും. അതും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു സത്യമാണ്. നമുക്ക് ചില കാര്യങ്ങൾ പെട്ടെന്ന് നടക്കത്തില്ല, പക്ഷെ നടക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് നടന്ന് നമുക്ക് പ്രയോജനം ഉണ്ടാകത്തില്ല. മറിച്ച് നമുക്ക് പ്രയോജനമുള്ള സമയത്തേക്ക് ഇങ്ങനെ സമയദീർഘത, ടൈം ഷോർട്ടണിങ് പോലെ തന്നെയാണ്, സമയ ചുരുക്കം പോലെ തന്നെയാണ് സമയദൈർഘ്യം വരണത്. ഉടമ്പടിയുടെ ഒരു ഫീച്ചറാണ്. ഇതിൻ്റെ ഒരു 4ാമത്തെ ഫീച്ചർ എന്ന് പറയണത്, അല്ലെങ്കിൽ 5ാമത്തെ ഫീച്ചർ എന്ന് പറയണത് പ്രസൻസാണ്. മറ്റ് പ്രാർത്ഥനകളിൽ നിന്ന് ഉടമ്പടിയെ വ്യത്യസ്തമാക്കുന്നത് ദ പ്രസൻസ് ഓഫ് ഗോഡാണ്. അത് എല്ലാവരും തന്നെ സാക്ഷ്യം പറയുന്നതാണ്. മുല്ലപ്പൂവിൻ്റെ സുഗന്ധം, കഴിഞ്ഞ ദിവസങ്ങൾ 1 കോടി മുല്ലപ്പൂ ലോഡ് ചൊരിഞ്ഞ പോലെ എനിക്ക് ഫീൽ ചെയ്തെന്ന്. അപ്പം മാതാവിൻ്റെ സുഗന്ധമായിട്ടാണ് അവരതിനെ മനസ്സിലാക്കുന്നത്. ശരിക്കും മഴമില്ല് വീശി നിൽക്കുന്നതും പിന്നെ ഇപ്പോൾ സർവ്വവ്യാപിയായിട്ട് വരണത് സ്വപ്നങ്ങളാണ്. ഒരു ദിവസം ഒരു സ്വപ്നത്തെക്കുറിച്ചെങ്കിലും പറയാതെ ഒരു സാക്ഷ്യ ദിനങ്ങൾ സമാപിക്കത്തില്ല. ആരെങ്കിലും ആയിട്ടെങ്കിലും സ്വപ്നത്തെക്കുറിച്ച് സംസാരിക്കും. അത് വെറുതെ ഒരു കേവല സ്വപ്നങ്ങളല്ല, നിറവേറുന്ന സ്വപ്നങ്ങൾ. ഒരു വിഷയം നമുക്ക് പാടാണെന്ന് കണ്ടാൽ നമുക്കത് എടുക്കണ്ട എന്ന്
എന്ന് വിചാരിച്ചാൽ നമുക്ക് എടുക്കുന്നതാണ് പ്രയോജനമെങ്കിൽ ദൈവം അത് എടുക്കുന്നതായിട്ട് സ്വപ്നം കാണിക്കും. അപ്പോൾ നമുക്ക് മനസ്സിലാകും അതെടുക്കാൻ ദൈവം ഉദ്ദേശിക്കുന്നുണ്ട്. ചിലപ്പോൾ ഒരു സിലബസിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് ഓപ്ഷനായിരിക്കും, ചിലപ്പോൾ ഒരു സ്ഥലമായിരിക്കാം, വീടായിരിക്കാം. നമ്മൾ വേണ്ട കളപ്പോട്ടെ എന്നൊക്കെ വിചാരിക്കുന്ന സമയം എടുക്കാൻ വേണ്ടി ദൈവം പറയും. അത് സ്വപ്നത്തിലേക്ക് വരുന്നത്. അതിന് പ്രസൻസ് എന്ന് പറയും. ഉടമ്പടിയിൽ എല്ലാ ദിവസവും തന്നെ സ്വപ്നങ്ങളെക്കുറിച്ച് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ സ്വപ്നങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പറയും. കാര്യം ബൈബിളിലെ ഈ പുതിയ കാര്യമല്ല, പണ്ട് മുതലേ ഈ സ്വപ്നങ്ങളിലൂടെയുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ ഒരു മനസ്സ് നമ്മൾക്ക് പർട്ടിക്കുലറായിട്ട് ആ വ്യക്തിയെ ആണ് ഉദ്ദേശിക്കുമ്പോൾ ആ വ്യക്തിക്ക് കൺവേ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്വപ്നങ്ങൾ കാണിച്ചു കൊടുക്കും, ദർശനങ്ങൾ. അപ്പോൾ 5 ഫീച്ചേഴ്സ് വന്നിപ്പോൾ: സമയച്ചുരുക്കം, സമയദൈർഘ്യം, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ. ഇനി 6ാമത്തെ ഒരു ഫീച്ചറുണ്ട്, ശുഭമാക്കുക എന്ന് പറയും. ശുഭമാക്കുക. എല്ലാ സാക്ഷ്യങ്ങളെയും പരിശോധിക്കുമ്പോൾ ശുഭമാക്കുന്നത് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാളും കൂടുതലായിരിക്കും സംഭവിക്കുന്നത്. അതിനാണ് ശുഭമാക്കുക. അത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസുമായിട്ട് ബന്ധപ്പെട്ടാണ് ശുഭമാക്കുക കിടക്കുന്നത്. ഇപ്പം നമ്മൾ ഒരു വിഷയം വിചാരിക്കുന്നു, എന്നിട്ട് നമ്മളൊരു യൂണിവേഴ്സിറ്റിയിൽ ആഗ്രഹിക്കുന്നു. പക്ഷേ നമുക്ക് ദൈവം വേറെ യൂണിവേഴ്സിറ്റി കൊണ്ട് നമുക്ക് അഡ്മിഷൻ തരുന്നു. ആ യൂണിവേഴ്സിറ്റിയിൽ സത്യം പറഞ്ഞാൽ നമ്മൾ ആഗ്രഹിച്ച യൂണിവേഴ്സിറ്റി നമുക്ക് സ്കോളർഷിപ്പ് കിട്ടാൻ പാടാണ്. പക്ഷേ ദൈവത്തിനറിയാം മറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് സ്കോളർഷിപ്പ് കിട്ടുമെന്നുണ്ടെങ്കിൽ നിന്നവിടെ കൂടെ പ്ലേസ് ചെയ്യും. അതിനാണ് ശുഭമാക്കുക എന്ന് പറയുന്നത്. എപ്പോഴും നമ്മളൊരു ഓപ്ഷൻ വെക്കേണ്ടത് ശുഭമാക്കണമേ എന്നുള്ളത് പ്രാർത്ഥനയുടെ ഭാഗമാക്കണം. നമ്മുടെ പിതാക്കന്മാരുടെയൊക്കെ പ്രാർത്ഥന നോക്കിയാൽ മനസ്സിലാകും. എല്ലാവരും പ്രാർത്ഥിക്കണം, ശുഭമാക്കാനാണ് പ്രാർത്ഥിക്കണം. എന്ന് വെച്ചാൽ ഞങ്ങളുടെ ബുദ്ധിയിൽ ചിന്തയിൽ അറിവിൽ ഇത്രയുമേ ഉള്ളൂ. പക്ഷേ നിൻ്റെ കഴിവിലും ചിന്തയിലും ഇതിൻ്റെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നീ നിൻ്റെ കഴിവനുസരിച്ച് ഈ വിഷയത്തിൻ്റെ മേൽ ഇടപെടണമേ എന്നാണ് ശുഭമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നത്. ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചൊരു സംഭവമാണ്. എബ്രഹാം പുത്രനെ വിടുമ്പോൾ, എബ്രഹാം പുത്രന് വേണ്ടി ഇസഹാക്കിന് വേണ്ടി ഒരു പെണ്ണ് കാണാൻ പോകുമ്പോൾ ഭൃത്യനെ അയക്കുമ്പോഴും ഈ ശുഭമാക്കാൻ പ്രാർത്ഥിക്കും. അങ്ങനെ എടുത്ത് പ്രാർത്ഥിക്കുന്നുണ്ടത്. അതുപോലെ തന്നെ തോബിത്ത് കൊച്ചു തോബിയാസിന് കടം മേടിച്ച കാശ് രഘുവേലിലേക്ക് നിന്ന് വാങ്ങിക്കാൻ വേണ്ടി, രഘുവേൽ ഒരു ഇദ്ദേഹത്തിൻ്റെ റിലേറ്റീവാണ്, തോബിത്തിൻ്റെ വളരെ അകലെ താമസിക്കുന്ന ആളാണ്. അപ്പം മകൻ തോബിയാസിനെ പറഞ്ഞു വിടും ആ കാശ് വാങ്ങിക്കാൻ വേണ്ടി, കൊടുത്ത കാശ് വാങ്ങിക്കാൻ വേണ്ടി പറഞ്ഞു വിടുമ്പോഴും വൈഫ് എതിരായിരുന്നു, എതിരായിരുന്നു. അന്ന പറയും, മനുഷ്യ നിങ്ങൾ എന്നാ ഒരു പണിയാണ് കാണിക്കണത്, നമുക്ക് ആകപ്പെട്ടൊരു മകനേ ഉള്ളു, ഇത്രയും ദൂരത്ത് എങ്ങനെ അവനെ പറഞ്ഞു വിട്ടിട്ട്, നിനക്ക് കാശിന് എത്ര അണ്ടാളമാണ്, മകനല്ലേ കാശിനേക്കാൾ വലുത്. അപ്പോൾ തോബിയാത്ത് പറയും, ഇല്ല കുഴപ്പമില്ല, അവൻ പോട്ടെ. തോബിത്ത് പറയാൻ പോട്ടെ, അവൻ പോയിട്ട് നീ തിരിച്ച് അവൻ സുരക്ഷിതനായിട്ട് വരുന്നത് നീ കാണും. പക്ഷേ തോബിയാസ് കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്നത് എൻ്റെ മകൻ്റെ യാത്ര ശുഭമാക്കണമെന്നാണ്. ശുഭമാക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ബുദ്ധി യാത്ര, ഇതിൻ്റെ വഴികൾ, ഈ യാത്രയുടെ ലക്ഷ്യങ്ങൾ, അത് എൻ്റെ അറിവനുസരിച്ച് ഇത്രയേ ഉള്ളൂ. പക്ഷേ ഈ യാത്രയ്ക്ക് നിനക്ക് ഇതിനേക്കാൾ കൂടുതൽ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് നീ ഈ വിഷയത്തിൽ നിൻ്റെ കപ്പാസിറ്റി അനുസരിച്ചുകൊണ്ട് ഈ യാത്രയിൽ ഇടപെടണമേ. എനിക്കാണ് വളരെ മനോഹരമായ പ്രാർത്ഥനയാണ്. ഉൽപ്പത്തി 24:40. അവൻ എന്നോട് പറഞ്ഞു, ഞാൻ സേവിക്കുന്ന കർത്താവ് തന്റെ ദൂതനെ നിന്റെ മുൻപേ അയച്ച് നിന്റെ വഴി ശുഭമാക്കും. പിന്നെ സന്ദർഭം എന്ന് പറയണത്, എബ്രഹാത്തിൻ്റെ പുത്രനെ ഇസഹാക്കിന് ഒരു പെണ്ണ് കാണാൻ വേണ്ടി
ഭൃത്യനെ പറഞ്ഞയക്കുന്നതാണ് സ്വന്തം നാട്ടിലേക്ക്. അപ്പോൾ അവർ ഡിയാസ്പൊറയിൽ താമസിക്കുകയാണ്, അകലെ താമസിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ ഇത്രയും ഈ പെണ്ണ് കാണാൻ വേണ്ടി ഭൃത്യനെ വിടുന്നത് എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എത്ര വയസ്സാണ്, അതുകൊണ്ടാണ് കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നമ്മൾ പറയുന്ന പോലെ ഏതെങ്കിലും പെണ്ണിനെ കാണാൻ പറ്റത്തില്ല, ഇവരുടെ രക്തത്തിലുള്ള പെണ്ണിനെ കാണാൻ പറ്റത്തുള്ളൂ. അതാണ് പ്രശ്നം. അപ്പോൾ ഭൃത്യൻ ചോദിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിങ്ങനെ നമ്മുടെ ജന്മനാട്ടിൽ പോയിട്ട് ഇസഹാക്കിനൊരു പെണ്ണിനെ ചോദിക്കുന്നു, പക്ഷേ അവൾ എൻ്റെ കൂടെ വരണ്ടേ? അതാണ് ഇവിടെ എൻ്റെ വിഷയം. മാറ്റർ അത്ര ഈസി അല്ല. ഈ സ്ത്രീക്ക്, ആ വീട്ടുകാർക്ക് നമ്മളെ ബോധിക്കണം, എന്നിട്ട് ഈ ഭൃത്യൻ്റെ കൂടെ വരണം. അത് വന്നില്ലെങ്കിൽ ഉടമ്പടി ഇബ്രാഹിം പറയും ഞാൻ നീയുമായിട്ട് ചെയ്ത അത് ഉടമ്പടിയാണ്. ഉടമ്പടി ചെയ്താൽ ഇവിടെ വിടണത്. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉടമ്പടി പരിധി വരണതാണ്. പ്രാർത്ഥിച്ചാൽ പറ്റത്തില്ല. ഹെവി ഡ്യൂട്ടി ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാൽ നോട്ട് ബൈ മെറിറ്റിൽ വർക്ക് ചെയ്യാത്ത എല്ലാ കാര്യങ്ങളും ബൈബിള് ഉടമ്പടിയുടെ പരിധി കൊണ്ടുവരും. അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ് കവനൻ്റ് വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കഴിവിൽ ഒതുങ്ങാത്ത കാര്യങ്ങൾക്കാണ് നമ്മൾ. അപ്പോൾ നിങ്ങൾ നിയോഗങ്ങൾ എഴുതുമ്പോൾ ശ്രദ്ധിക്കണം. സ്വാഭാവികമായി നടക്കുന്ന കാര്യങ്ങളൊന്നും ഉടമ്പടി വെക്കേണ്ട കാര്യമില്ല ശരിക്കും. അത് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ടോ സ്വാഭാവികമായുള്ള കാര്യങ്ങൾ കൊണ്ടോ അത് നടന്നു പോകും. പക്ഷേ ചില കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നില്ല, നമ്മുടെ കഴിവിൻ്റെ അപ്പുറത്താണ് വിഷയമെങ്കിൽ അത് ദൈവത്തെ നിയമപരമായിട്ട് തന്നെ ദൈവത്തെ അതിനെ ബൗണ്ട് ചെയ്യിക്കണം. ഉടമ്പടിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് നിയമപരമായി ദൈവത്തെ ബൗണ്ട് ചെയ്യിക്കുകയാണ്. നിയമം എന്ന് പറയുമ്പോൾ എന്താ ഉദ്ദേശിക്കുന്നത്? പഴയ നിയമം അല്ലെങ്കിൽ പ്രമാണങ്ങൾ നിയമപരമായിട്ട് നമ്മൾ ലീഗൽ വാലിഡിറ്റി എന്ന് പറയും, നിയമസാധുത. അപ്പോൾ നമ്മുടെ ഒരു വിഷയത്തിൽ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നമ്മൾ കുറച്ച് നിയമപരമായ വാലിഡിറ്റി വേണം. അതിനെന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാമെന്ന് നമ്മൾ ദൈവത്തോട് വാഗ്ദാനം ചെയ്യണം. അങ്ങനെ നിയമപരമായി ദൈവത്തെ കക്ഷി ചേർക്കണം. ആ വിഷയത്തിൽ നിയമങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാവുന്ന. അതുകൊണ്ടാണ് ഈ ഉടമ്പടിയിലെ നിബന്ധനകൾ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമങ്ങൾ. ഉടമ്പടി നിങ്ങൾ ക്രിസ്ത്യൻസ് എടുത്തോ നോൺ ക്രിസ്ത്യൻസ് എടുത്തോ ഐ ഡോണ്ട് മൈൻഡ്. പക്ഷേ ആരെടുത്താലും ആ ഉടമ്പടിയുടെ നിയമങ്ങൾ നിങ്ങളുടെ രീതി കൊണ്ടുപോയി ആക്കിയെടുക്കരുത്. ദൈവിക നിയമങ്ങളാണ്. അത് പാലിച്ചോളാവുന്നതാണ് നമ്മൾ ഉടമ്പടി ചെയ്യണത്. അത് നിങ്ങൾ അതിൻ്റെ അകത്ത് ഡൈല്യൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഡൈല്യൂട്ട് ചെയ്യുന്നില്ലെങ്കിൽ ഇപ്പോൾ കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണം, നിയമമാണത്. അത് ഞായറാഴ്ചയാണ്. അത് XY ഉടമ്പടി എടുത്താലും ഞായറാഴ്ച പാലിക്കാൻ ബാധ്യസ്ഥമാണ്. അത് സംശയമില്ലല്ലോ. നിങ്ങൾ മരമറിയാതെ കൊടിയിട്ടിട്ട് കാര്യമില്ല. ഇപ്പോൾ ഞാനൊരു സാക്ഷി ദിവസങ്ങൾ കേട്ടത് രമ്യ രവീന്ദ്രൻ്റെ സാക്ഷിയാണ്. അത് ശുഭമാക്കലുമായിട്ട് ബന്ധപ്പെട്ടത്. അതുകൊണ്ടാണ് ഇത് ശുഭമാക്കലെടുക്കാൻ കാരണം. രമ്യ രവീന്ദ്രൻ ഇവിടുന്ന് UK ചെല്ലും. അപ്പോൾ രമ്യാവിൻ്റെ പ്രശ്നം ഹെവി ഡ്യൂട്ടിയാണ് പ്രോബ്ലം. അവർ മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, അവർ ഹോസ്പിറ്റൽ നേഴ്സാണ്. അവർ UK ചെല്ലുമ്പോൾ അവർക്ക് ഭർത്താവിനെയും കുഞ്ഞുങ്ങളെയും കൊണ്ടുവരണം. അതാണ് അവരുടെ മെറിറ്റിൽ നിൽക്കാത്തതിൻ്റെ കാരണം. നോട്ട് ബൈ മെറിറ്റ്. ഉടമ്പടി എന്താ? നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ടാണെന്ന്. അപ്പോൾ രമ്യ രവീന്ദ്രന് ഈ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരാനുള്ള മെറിറ്റില്ല. എന്താ കാരണം? ഭർത്താവിനെയും മക്കളെയും അവിടെ കൊണ്ടുവരണമെങ്കിൽ വീട് വേണം. അതിൻ്റെ മെറിറ്റ് എന്ന് പറയുന്നത് വീടാണ്. പക്ഷേ വീട് വാങ്ങിക്കാനുള്ള കപ്പാസിറ്റി ഇല്ല. വീട് ഭർത്താവിനും അവസാനം ഇവർ ഭർത്താവിനെയും മക്കളെയും UK കൊണ്ടുവരും. കാര്യം ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തു പോയതാണ്.
ഒരു വീട് സെറ്റ് ചെയ്തായിരുന്നു. ഒരു വീട് സെറ്റ് ചെയ്തതാണ്, കിട്ടുമെന്നൊക്കെ ഉറപ്പായിട്ട് അഡ്വാൻസൊക്കെ കൊടുത്ത സംഭവമാണ്. പക്ഷേ അവിടുത്തെ ഇവിടുന്ന് ഫ്ലൈറ്റ് കയറിയപ്പോൾ, ഭർത്താവും മക്കളും ഫ്ലൈറ്റിൽ കയറിയപ്പോഴത്തുണ്ട് ആ കിട്ടിയ വീട് കട്ടായിപ്പോയി. അവിടുത്തെ കൗൺസിലർമാരുമായിട്ട് എന്തോ നിയമപരമായ പ്രശ്നം വന്നിട്ട് കൗൺസിലർ പറഞ്ഞ് ഈ വീട് നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവും മക്കളും ഇന്ത്യയിൽ നിന്ന് സ്റ്റാർട്ടായിപ്പോയി, പക്ഷേ കിട്ടിയ വീട് പോവുകയും ചെയ്തു. ഇപ്പം രമ്യ ഉടമ്പടിയിൽ ഇങ്ങനെ വളരെ കൃത്യമായിട്ട് നിൽക്കുന്ന ആളാണ്. ഇപ്പം എന്ത് വിഷയം ഉണ്ടെങ്കിലും കൃപാസനം മാതാവിനോട് ഉടനെ പറയും, അമ്മേ അവർ സ്റ്റാർട്ടായി പോയല്ലോ, ഇതിപ്പോൾ ഇവിടുന്ന് വീട് കിട്ടി കയ്യിലുണ്ടായിരുന്ന വീട് കിട്ടാൻ പോയ വീട് കയ്യിൽ നിന്ന് മുട്ടയും പോവുകയും ചെയ്യും, ഞാൻ ഇവിടെ പൊറപ്പിക്കുമെന്ന് ചെയ്യും. അത് വലിയ തലവേദനയാവും. കാര്യം ഇവരുടെ ഹോസ്റ്റലിൽ ഫാമിലിക്ക് താമസിക്കാൻ പറ്റത്തില്ല. അവർക്ക് ഒരു നേഴ്സിന് താമസിക്കാം, ലേഡീസ് ഹോസ്റ്റലാണ്. അവിടെ എങ്ങനെ ഫാമിലി താമസിക്കണത്? അത് നടക്കത്തില്ല. അപ്പോൾ രമ്യ മാതാവിനോട് പറഞ്ഞ് വളരെ പട്ടാങ്ങി പറഞ്ഞപ്പോൾ മാതാവ് ഒരു സെറ്റിൽമെൻറ്റ് കൊടുത്തു. 1 മാസത്തേക്ക് ആ ഹോസ്റ്റലുകാർ ഇവർ അക്കോമഡേറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. ഭർത്താവിനെയും 2 കുഞ്ഞുങ്ങളെയും രമ്യയും ലേഡീസ് ഹോസ്റ്റലിൽ എന്തൊരു കഷ്ടമാണെങ്കിൽ സംഭവം. എന്നാലും അമ്മ നമുക്കറിയാമല്ലോ, ഈ കൈ നെഞ്ചിൽ തൂങ്ങണ കശ്രുവില്ലേ, അത് വലിയൊരു ഉറപ്പാണ്. അതെന്താ ഉറപ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എന്തെങ്കിലും ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ ഓടി കൃപാസനത്തിൽ വരാൻ പറ്റുമോ? ഇല്ലല്ല. അപ്പം നെഞ്ചിലെ കശ്രുവം പിടിച്ചിട്ട് വിശ്വാസപ്രമാണം ചെല്ലും. അതിനാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്, ഉടമ്പടിയാണ്. അത് ഉടമ്പടി കശ്രു എന്ന് എൻ്റെ പേര്, വേറെ കശ്രുവെന്നല്ല. അതുകൊണ്ടാണ് അതുപോലെ വേറെ ഒന്നും ഇല്ലാത്തത്. അത് വെച്ച് കഴിഞ്ഞാൽ അതിന്മേ തൊട്ട് വിശ്വാസപ്രമാണം ചൊല്ലിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഉടമ്പടിയിൽ നിങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് നമ്മൾ ദൈവത്തെ ബോധ്യപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉടമ്പടി നിലനിൽക്കുമെന്ന് പറയാൻ കാര്യം. അപ്പോൾ ആവശ്യമുള്ളപ്പോൾ മാത്രം ചെയ്യല്ല. രമ്യ ഉടമ്പടിയിൽ അങ്ങനെ നിലനിൽക്കുന്ന ആളാണ്. കാര്യം നിലനിൽക്കുന്ന ആളായതുകൊണ്ട് അവൾക്ക് വേറെ ഒരു മാർഗ്ഗമില്ല. അപ്പോൾ അവൾ ഈ കാശി തൊട്ട് വിശ്വാസപ്രമാണം ചെല്ലുമ്പോൾ അമ്മ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ അമ്മ എന്ത് ചെയ്ത്, പെട്ടെന്ന് തൽക്കാലത്തേക്ക് നിൽക്കാൻ വേണ്ടി ഹോസ്റ്റലിൽ തന്നെ ഇവർക്കൊരു പ്രൊവിഷൻ കൊടുത്ത്, ഭാര്യയും ഭർത്താവിനും കുഞ്ഞുങ്ങൾക്കും തൽക്കാലം ഈ ലേഡി ഹോസ്റ്റലിൽ താമസിക്കാം, 1 മാസം കഴിയുമ്പോൾ മാറണമെന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ തൽക്കാലം വന്നവർ മഞ്ഞ് കൊള്ളാതെ അതിൻ്റെ കയറി താമസിക്കുന്നുണ്ട്. പക്ഷേ ഞാണമ്മക്കളി പോലെയുള്ള പരിപാടിയാണ്. ഈ ഞാണമ്മയിൽ നമ്മൾ നിർത്തുന്നതിൻ്റെ ഉദ്ദേശം നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിക്കെട്ടിപ്പോയി തൂങ്ങിച്ചാകണമെന്നല്ല എൻ്റെ അർത്ഥം, പ്രാർത്ഥിക്കണമെന്നാണ് ഉദ്ദേശിക്കണം. ഉടമ്പടിയിലുള്ളവർക്ക് ഉള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉടമ്പടിയിൽ ഉണ്ടായാലുള്ള ഗുണം പ്രാർത്ഥിച്ചാൽ കേൾക്കുമെന്നുള്ള ഉറപ്പാണ്. അതാണ് ഉടമ്പടി നമുക്ക് തരുന്ന ഏറ്റവും വലിയ ഗുണങ്ങൾ. അതായത് ഉടമ്പടി ഉള്ളവർക്ക് അവർക്കൊരു ക്ലെയിമുണ്ട്. കാര്യം ഉടമ്പടിയിലാണല്ലോ നമ്മളിരിക്കുന്നത് ദൈവമായിട്ട്. അപ്പോൾ ഉടമ്പടി നമുക്ക് തരുന്ന ഒരു ക്ലെയിമുണ്ട്. ഈ ക്ലെയിം വെച്ചുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും പറഞ്ഞത്, ഉടമ്പടി നിങ്ങൾ ദൈവത്തോട് ചെയ്ത നിബന്ധനകൾ ഉഴപ്പരുത്. അതുകൊണ്ട് നിങ്ങൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിയുമ്പോൾ ആ സമയത്ത് വിളിച്ചാലൊന്നും ഉടമ്പടി ബ്രേക്ക് ആണെങ്കിൽ പ്രാർത്ഥന ഫ്ലോപ്പായി പോകും. ചില ആൾക്കാർ ടേസ്റ്റ് നോക്കാനും ഉപ്പ് നോക്കാനും ഒക്കുവോ ഒക്കത്തില്ല എന്നൊക്കെ നോക്കിക്കൊണ്ട്, അതുകൊണ്ടാണ് എല്ലാം വെരിഫൈ ചെയ്യണം. 3 പേരെ നിർത്തിയല്ലേ വെരിഫൈ ചെയ്യണത്. അച്ഛൻ്റെ അടുത്ത് വരുമ്പോൾ ആൾക്കാർ അവർ സ്ട്രിക്റ്റ് ഉടമ്പടിയിലാണോ എന്നറിയാൻ വേണ്ടിയാണ് ഈ വെരിഫിക്കേഷൻ മുഴുവൻ നടത്തുന്നത്. സ്ട്രിക്റ്റ് ഉടമ്പടിയിലല്ലാത്ത ഒരാൾക്കാർ ഇപ്പോഴത്തെ കണ്ടീഷൻ നോക്കേണ്ട കാര്യമില്ല. എന്താ കാര്യം? 500 പേര് ഉടമ്പടി എടുക്കുന്നുണ്ട്. അവരിൽ നമുക്ക് നോക്കാൻ പറ്റുന്നത് 100 പേരെ 120 പേരെ നോക്കാൻ പറ്റത്തുള്ളൂ. അപ്പോഴവർ മന്യം വരെ ഉടമ്പടി ജീവിക്കുന്നവരെ മാത്രമേ നമുക്ക് നോക്കാൻ പറ്റത്തുള്ളൂ. പിന്നെ രോഗികളൊക്കെ നോക്കും. അതെന്തിൻ്റെ കണ്ടീഷനാണ് നോക്കണത്? അവരുടെ മകളോ ഭർത്താവോ ഭാര്യയോ ആരെങ്കിലും ഉടമ്പടി എടുത്തിട്ട് അവിടെ ഇപ്പം ഉണ്ടാവും ബൈസ്റ്റാൻഡറായിട്ട്. ആ ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കറക്റ്റായിരിക്കും. ബൈസ്റ്റാൻഡറിൻ്റെ ഉടമ്പടി കിടക്കുക. അതുകൊണ്ടാണ് ചേടത്തിയുടെ ഉടമ്പടിയുമായിട്ട് അനിയത്തി വരരുതെന്ന് പറയണത്. ഞാൻ നോക്കുമ്പോൾ അവിടെ നോക്കിയാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. ഇവിടെ ഞാൻ ശരിക്കും ശ്രദ്ധിച്ചാണ് എടുക്കണത്. ഞാൻ ചോദിക്കും, ഈ വ്യക്തി നിങ്ങളുടെ ആരാണ്? ഇത് ചേച്ചിയാണ്. ചേച്ചിയുടെ കാര്യം നിങ്ങൾ ഉടമ്പടി എഴുതിയിട്ടുണ്ടായിരുന്നു? ഇല്ലായിരുന്നു. തീർന്നില്ലേ? അതാണ് ചിലർ ചെയ്യണം മണ്ടത്തിന് വെച്ച് കഴിഞ്ഞാൽ, ചേച്ചിക്ക് ഇപ്പോൾ എന്തോ ഒരു പ്രത്യേക അവസ്ഥ വന്ന് അവിടെ ഫോട്ടോ എടുത്ത് വരികയാണ്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് ഇവരെ കാണുമ്പോൾ തന്നെ അറിയാം ഇവിടെ വിഷയം ഉടമ്പടി എഴുതിയിട്ടില്ല. ഇവിടെ അച്ഛനെ കണ്ടെന്ന പേരുമാണ് അവസാനം.
കാര്യം ഈ ഉടമ്പടി ഇല്ല, ഇവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ല, ഇവർക്ക് വേണ്ടി ഒരു ഉടമ്പടി ജീവിച്ചിട്ടില്ല, ഉടമ്പടി ചെയ്തിട്ടില്ല. ഇപ്പോഴെന്തോ വിഷയം ഉണ്ടായപ്പോൾ അവിടെ പടവും പിടിച്ചുകൊണ്ട് വന്നിരിക്കുകയാണ്. ആ കുടുംബത്തിന് ഉടമ്പടിയായിട്ട് ഒരു ബന്ധവുമില്ല. ഇനി ഇവരിവിടുന്ന് രക്ഷപ്പെട്ടാൽ തന്നെ അവർ ഉടമ്പടിയെ ആ മാതാവിനെ ഈ ഏറ്റു പറയുമോ? ഇല്ല. അവർ പറയും ഞങ്ങൾ ആശുപത്രിയിൽ പോയിട്ട് സുഖപ്പെട്ടാണെന്ന് പറയുള്ളൂ. ഈ ചേച്ചി പറഞ്ഞതിനകത്ത് നിൽക്കത്തില്ല. ഈ അസുഖം എനിക്ക് നല്ലവണ്ണം അറിയാം. ഇനി അവർ സുഖപ്പെട്ടാൽ തന്നെയും അവർ ദൈവത്തെ ഏറ്റു പറയുമോ? ഇല്ല. അപ്പോൾ അവർ പറഞ്ഞു, എടീ ഞാൻ നിനക്ക് വേണ്ടി അച്ഛനെ പോയി ജോസഫ് കൃപാസനത്തിൽ പോയി ഉടമ്പടി ചെയ്ത് കഴിഞ്ഞ് പ്രാർത്ഥിച്ചായിരുന്നു. അവർ പറയേ ഉള്ളൂ, ദൈവത്തിനെ ആക്ഷേപിക്കേ ഉള്ളൂ. അതുകൊണ്ട് ഈ സാധനം ശരിയാകത്തില്ല. ഞാൻ പറഞ്ഞു, അവരോട് ആരെങ്കിലും ഉടമ്പടി എടുക്കാൻ പറയുന്നു പറഞ്ഞാൽ അവർ ഉത്തരവാദിത്തപ്പെട്ടവർ വന്ന് ഉടമ്പടി എടുക്കാൻ പറയുന്നവർ. അതാണ് ഉത്തരവാദിത്തപ്പെട്ടവരെന്ന്. ഉടമ്പടിയിൽ എപ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവർ വേണം. കാര്യം ഉത്തരവാദിത്തപ്പെട്ടൊരു ആധ്യാത്മികമായ ഒരു ബന്ധമാണിത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, മക്കളെ നിങ്ങൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ ഞാൻ പറയും ദാറ്റ്സ് ഓക്കെ, ഇപ്പോൾ പരീക്ഷയാണ്, എനിക്കൊന്നും പറയാനില്ല, ഞാൻ നിങ്ങളെ ആശീർവദിച്ച കർത്താവ് നിങ്ങളെ സഹായിക്കും. പക്ഷെ പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾ വന്ന് ഉടമ്പടി എടുക്കണം. പരീക്ഷ കഴിയുമ്പോൾ നിങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പ്രായമായിട്ടില്ലെങ്കിൽ അമ്മ എന്താണ് ഉടമ്പടി എടുത്തിരിക്കുന്നത് അത് നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യണം. അപ്പോൾ ഞങ്ങൾക്ക് 16 വയസ്സായിട്ടുള്ള ശരി സമ്മതിച്ച്. പക്ഷേ അപ്പം അമ്മ ചെയ്ത ജോലി നിങ്ങൾക്ക് ചെയ്യാമല്ലോ. അമ്മ എന്താണ്, അപ്പൻ എന്താണ് ഉടമ്പടി നിങ്ങൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ അത്രയും ഹോംവർക്കുകൾ നിങ്ങൾ ഏറ്റെടുക്കണം. അപ്പോൾ മാത്രമേ ഈ പ്രാർത്ഥന ജനുവിനാകത്തുള്ളൂ. അല്ലെങ്കിൽ കൈ നനയാതെ മീൻ പിടിക്കണ പോലെ ഇരിക്കും. അങ്ങനെ സത്യസന്ധമല്ലാത്ത പ്രാർത്ഥനയ്ക്ക് ദൈവം അംഗീകരിക്കത്തില്ല. അതാണ് ഏറ്റവും വലിയ വിഷയം. കാര്യം ഇതിന് സത്യത്തിൻ്റെയും വിശ്വസ്തതയുടെയും പ്രാർത്ഥനയാണ്. ഇപ്പോൾ ഉടമ്പടി ചെയ്യുന്നവരും ചെയ്യിക്കുന്നവരും ഒക്കെ സീരിയസ് ആയിട്ട് ചെയ്യാൻ വേണ്ടി ഒന്ന് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയേ ദിവ്യകാരുണ്യനാഥ, ഉടമ്പടി നിബന്ധനകൾ വിശ്വസ്തതാപൂർവം ദൈവസ്നേഹത്തോടെ ചെയ്യുവാൻ ഈ ആരാധനയിലൂടെ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ആധ്യാത്മിക ജീവിതം ഒരു സ്പെക്കുലേറ്റീവ് ആയിട്ടുള്ള സാങ്കല്പികമായ അല്ലെങ്കിൽ ആശയ ജീവിതമല്ല. ശരിക്കും ആധ്യാത്മിക ജീവിതം വളരെ കോൺക്രീറ്റ് ആയിട്ടുള്ള ടാഞ്ചിബിളായിട്ടുള്ള ഒരു വസ്തുനിഷ്ഠമായ ജീവിതമാണ്. ഇപ്പം നമ്മൾ ദൈവരാജ്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. എല്ലാ മേഖലകളിലും, എല്ലാ വസ്തുതകളിലും, എല്ലാ ആധ്യാത്മിക അനുഭവങ്ങളിലും ഒരു ദൈവരാജ്യമുണ്ട്. എന്നുവെച്ചാൽ ദൈവരാജ്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവത്തിൻ്റെ ആ വിഷയത്തെക്കുറിച്ചുള്ള തിരുമനസ്സ്. ഇപ്പം നമ്മൾ സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന ചെല്ലുന്നു, ഇല്ലേ? സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന എന്താ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് അവിടെയാണ് പ്രശ്നം. എന്താ പ്രശ്നം? അങ്ങയുടെ തിരുമനസ്സ് പറഞ്ഞ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അപ്പൊ ദൈവത്തിന്റെ തിരുമനസ് നിറവേറുന്നതാണ് ദൈവരാജ്യം. ഉറപ്പല്ലേ? ഇപ്പം നിങ്ങൾ പറയുന്ന അക്കാഡമിയിൽ ജോലി കിട്ടിയില്ല, നിങ്ങൾ പറയുന്ന സ്ഥലത്ത് ജോലി കിട്ടിയില്ലെങ്കിലും ദൈവരാജ്യം നിറവേറിയില്ലെന്ന് നോക്കിയാൽ മതി. നമ്മൾ പിടിയിട്ടില്ലേ? നിങ്ങൾ പറയുന്ന ചെറുക്കനെ കല്യാണം കഴിച്ചാലും കഴിച്ചില്ലേലും ദൈവം നിങ്ങൾക്ക് തരുന്ന ഒരാളെ ദൈവത്തിൻ്റെ ആളായിട്ട് എടുത്തു കഴിയുമ്പോൾ ദൈവരാജ്യമായി ആ സംഭവം. എപ്പോഴും നമ്മൾ അതാണ് പറഞ്ഞത്, ഇത് വളരെ ഇൻ്റലിജൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഇപ്പം നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ ഒരു ചെറുക്കന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഒരു പെണ്ണിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവിടെ പോലെ സ്വഭാവമുള്ള ഇപ്പം നിങ്ങളുടെ ബന്ധുക്കളായിരിക്കും. അപ്പോൾ നിങ്ങൾ പറയും മനസ്സിലാക്കാൻ പറയും, മാതാവേ ഇവൻ്റെ സ്വഭാവം ചിലപ്പോൾ നിൻ്റെ സ്വന്തം ബന്ധുവാണ്, കാരണം കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും പറയും ഇവൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കും. നമ്മൾ ചിലപ്പോൾ 10 വയസ്സോട്ട് പ്രാർത്ഥിക്കും ഇന്നാളിൻ്റെ സ്വഭാവമുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ. പക്ഷേ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ നേരെ കടകവിരുദ്ധ, ഇവൻ്റെ സ്വഭാവമല്ല, ഇവൻ്റെ ഉപ്പാപ്പൻ്റെ സ്വഭാവം പോലും ഉണ്ടാകത്തില്ല. നേരെ കടകവിരുദ്ധമായ ഒരു ചരക്കായിരിക്കും വരണത്. അപ്പോൾ അവരെ കാണുമ്പോൾ നമ്മൾക്ക് ദൈവമേ എൻ്റെ ജീവിതം മുടിഞ്ഞെന്ന് പറയും. അപ്പം നിൻ്റെ രാജ്യം നടക്കണില്ല അവിടെ. പക്ഷേ നീ ഇത് ദൈവത്തിൻ്റെ പേരിൽ എടുക്കണമെന്ന് വിചാരിച്ചോ, അപ്പോൾ ദൈവരാജ്യമായി. പിടിയിട്ടില്ലേ? നിൻ്റെ മനസ്സല്ല ഇവിടെ നടക്കണത്. അയാൾ നിന്നെ മനസ്സിലാക്കണില്ല, നിന്നെ അംഗീകരിക്കണില്ല. അപ്പോൾ നീ പറയും നിന്നെ ചാക്കിടാൻ വേണ്ടിയും നിന്നെ പ്രീണിപ്പിക്കാൻ വേണ്ടിയും കുറേ ചെറുക്കന്മാരൊക്കെ പഠിക്കണ കാലത്ത് കുറേ പൂവാലത്തിനൊക്കെ പറയും.
അതൊക്കെ വലിയ ആനക്കാര്യമായിട്ട് നീ കെട്ടിയിടുന്ന വിളിച്ചുകൊണ്ട് നടക്കും, മനസ്സിൽ നടക്കും. എന്ന് പറയും, ദൈവമേ അവനൊക്കെ എത്ര പേരിൻ്റെ പുറകെ നടന്നാണ് അവസാനം ഈ കാലമാടകളിൽ കെട്ടി എന്നൊക്കെ പറയും. ഇതൊക്കെ തന്നെത്തായിരുന്നു പറയണതാണ്. സ്വരത്തിൽ പറഞ്ഞാൽ ചിലപ്പോൾ അണപ്പലുണ്ടാകത്തില്ല, അതിന് പറയത്തില്ല നമ്മൾ. കാര്യം ഫസ്റ്റ് പാട്ടിനല്ലേ നമ്മൾ കെട്ടിയിരിക്കണത്. അവിടെ പക്ഷേ നമ്മുടെ മനസ്സിലെങ്കിലും തോന്നും, തരും മീൻസ് നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. മനസ്സിലായി, നിങ്ങൾ ദൈവരാജ്യത്തിലല്ല. കാര്യം എന്താണ്? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ കൊണ്ട് സങ്കല്പിച്ച ആളെ തന്നെയാണ് ഇപ്പോഴും ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്താ പ്രശ്നം? ഇത് നമ്മൾ അംഗീകരിക്കാത്തോളം, ഇപ്പോഴത്തെ പദ്ധതികളെ അംഗീകരിക്കാത്തോളം കാലം ഇതിന് വേണ്ടിയുള്ള അലോട്ട്മെൻറ്റ് കുറയും. ഞാൻ പറഞ്ഞ ശ്രദ്ധിക്കണം മക്കളെ, ഞാൻ പതുക്കെയാണ് പറയണത്. അതായത് നിങ്ങൾ ഈ ദൈവിക പദ്ധതിയായിട്ട് ഇപ്പോഴുള്ള ചെറുക്കനെയോ പെണ്ണിനെയോ അംഗീകരിക്കണില്ല. അതുകൊണ്ട് തന്നെ എന്താ സംഭവിക്കണ? കാരണം ഈ പദ്ധതിക്ക് വേണ്ടിയുള്ള അലോട്ട്മെൻ്റ് ഉണ്ട്, കൃപയുടെ അലോട്ട്മെൻ്റ് ഉണ്ട്. നിങ്ങളിത് അംഗീകരിക്കണില്ല. നിങ്ങൾ പണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളിനെ ഇപ്പോഴും മനസ്സുകൊണ്ട് അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഭർത്താവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ നന്നാകണമെന്ന് പറഞ്ഞാൽ നന്നാകത്തില്ല. എന്താ കാരണം? നിങ്ങൾ നന്നാകണമെന്ന് പറയണത് നിങ്ങൾ ഇഷ്ടപ്പെട്ട മറ്റു ചെറുക്കനെ പോലെ ഇവനാകണമെന്നാണ് പറയണത്. അത് ദൈവം ആക്കി കൊടുക്കണമെന്നാണ് പറയണത്. പെണ്ണുങ്ങളുടെ മണ്ടത്തരങ്ങൾ ഭയങ്കര കഷ്ടമാണ്. നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് നന്നാകണമെന്ന് പറയുമ്പോൾ അതിൻ്റെ അവബോധ മനസ്സിൽ നിങ്ങൾ പണ്ട് ഇഷ്ടപ്പെട്ടുള്ള ചെറുക്കനെ പോലെ ഈ കെട്ടിയ ചെറുക്കനാകണം, കെട്ടിയ പെണ്ണാകണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. എന്തൊരു ഭ്രാന്താണ് ശരിക്കും പറഞ്ഞാൽ. അതുകൊണ്ടാണ് പറയണത്, അതായത് പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറയത്തില്ലേ. അതായത് സുവിശേഷം 20-ാം അധ്യായം 22-ാം വാക്യം. യേശു മറുപടി നൽകി, നിങ്ങൾ ചോദിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല. അപ്പോൾ പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ബ്ലോക്ക് വരാൻ കാരണം പ്രാർത്ഥനയിൽ ഘടനാപരമായ മിസ്റ്റേക്ക് ഉള്ളത് കൊണ്ടാണ്. ദൈവരാജ്യമല്ല ചോദിക്കണത്, ദൈവരാജ്യമായിരിക്കണം ചോദിക്കേണ്ടതെന്നാണ് സ്വർഗസ്ഥനായ പിതാവിലൂടെ ഈശോ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച പ്രാർത്ഥന. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് ചോദിക്കുമ്പോൾ ഈശോ എന്താ പറഞ്ഞത്? ദൈവരാജ്യം പുലരാൻ വേണ്ടി പ്രാർത്ഥിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മനസ്സിലായില്ലേ? വേറെ ഒന്നുമല്ല. ഞങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോയ്ക്ക് പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കാൻ വേണ്ടി ഒരു സബ്ജക്റ്റ് മാത്രമേ ഉള്ളൂ. അതെന്താണ് കാര്യം? ദൈവരാജ്യം. ഈ ദൈവരാജ്യത്തിൽ നമ്മൾക്ക് ഈ ദൈവരാജ്യം സ്വീകരിക്കാൻ വേണ്ടി മാത്രം പരിശുദ്ധാത്മാവ് നമ്മളെ ഒരുക്കുമ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ദൈവരാജ്യത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. അത് ലോക സന്തോഷമല്ല, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. പറഞ്ഞ മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് നീതി, ദൈവരാജ്യം, ഭക്ഷണവും പാനീയവും 14-17 എടുത്ത് 14-17 റോമ 14:17 ദൈവരാജ്യം എന്നാൽ ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല. എന്താ ലോകരാജ്യമല്ലെന്നായി പറയണത്? ഞാൻ ആശിച്ച ചെറുക്കൻ, ആശിച്ച വീട്, ആശിച്ച കാറ്, അതാണ് ഭക്ഷണവും പാനീയവും എന്നുള്ള വാക്ക്. നീ ആഗ്രഹിക്കണമല്ലെന്ന് മനസ്സിലായില്ലേ? അത് ലോകരാജ്യം എന്ന് എൻ്റെ പേര്. നീ ദൈവരാജ്യത്തിന് പ്രാർത്ഥന ചൊല്ലിയിട്ട് ലോകരാജ്യം വരാൻ വേണ്ടി പ്രാർത്ഥിക്കുകയും, അതാണ് എൻ്റെ അത് വരുന്ന ഒരു ഡൈക്കോട്ടമി എന്ന് പറയുന്നത്. ദൈവരാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ലോകരാജ്യം വരാൻ വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യും. അതുകൊണ്ട് തിരുത്തിക്കൊണ്ടാണ് ആദിമസഭയോട് പറയണത് ദൈവരാജ്യം 14-17 റോമ എന്താണ്? ദൈവരാജ്യം എന്നാൽ ഭക്ഷണവും പാനീയവുമല്ല പ്രത്യുത നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമാണ്. അപ്പോഴേ ഇതിൻ്റെ വിഷയം എന്ന് പറയുന്നത് ദൈവരാജ്യം പുലരുമ്പോൾ അതിൻ്റെ സൈമൾട്ടേനിയസ് സമാന്തരമായ അലോട്ട്മെൻ്റ് ഉണ്ടാകും. എന്താ കാര്യം? പരിശുദ്ധാത്മാവിൽ സന്തോഷം ഉണ്ടാകും. ലോകരാജ്യത്തിനില്ലാത്തത്, ലോകരാജ്യത്തിൻ്റെ സന്തോഷം ലോക സന്തോഷമാണ്. ലോക സന്തോഷം ഇപ്പം നീ ഇഷ്ടപ്പെടുന്ന ചെറുക്കനെ കിട്ടി, അല്ലെ പെണ്ണിനെ കിട്ടി, ഇഷ്ടപ്പെടുന്ന വീട് കിട്ടി, ഇഷ്ടപ്പെടുന്ന ട്രാൻസ്ഫർ കിട്ടി, ഇഷ്ടപ്പെടുന്ന ഭക്ഷണം കിട്ടി, അപ്പം നിനക്കൊരു സന്തോഷം ഉണ്ടാകും. ആ സന്തോഷം എന്ത് സന്തോഷമാണ്? ലോക സന്തോഷമാണ്. ലോക സന്തോഷത്തിനുള്ള കുഴപ്പം എന്താണ്? ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നു. ഇപ്പം നിനക്കൊരു ജോലി കിട്ടുമ്പോൾ നിനക്കൊരു സന്തോഷമുണ്ടാകും. അത് പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷം അല്ലത്. അത് നിൻ്റെ പഠിച്ചതിലും നിനക്ക് ജീവിക്കാനൊരു മാർഗമായല്ലോ എന്നുള്ള സന്തോഷമാണ്. ആ സന്തോഷത്തിൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ട്രാൻസ്ഫർ കിട്ടുമ്പോൾ നിങ്ങൾ ലീവ് എടുത്ത് വീട്ടിൽ ഇരിക്കും. എന്താ? നിങ്ങളുടെ സന്തോഷം പോയി. മനസ്സിലായില്ലേ?
അപ്പോൾ ആ ജോലിക്ക് ഒരു ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ, കഴിഞ്ഞ ദിവസം അങ്ങനെ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ ലീവ് എടുത്ത് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ ജോലി കിട്ടിയ സന്തോഷമൊന്നുമില്ല, ജോലി തന്ന ദൈവത്തിൻ്റെ പാരയും പണിതുകൊണ്ട് വീട്ടിലിരിക്കുകയാണ്. ഇതാണ് വിഷയം. ഇതാണ് നിങ്ങളിലുള്ളത് എന്താണെന്ന് മനുഷ്യരിലുള്ളത് എന്താണെന്ന് എനിക്കറിയാം എന്ന് ഈശോ പറയത്തില്ലേ. മനുഷ്യന്മാരുടെ ഈ സന്തോഷമൊക്കെ കാണുന്നത് പലപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമല്ല. ഇപ്പം നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ അമ്മ അസുഖക്കാരിയാണെന്ന് ദൈവത്തിന് അറിയാം. ഇപ്പോൾ പലരും ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത് ഇല്ലാത്ത അമ്മയ്ക്ക്, വെറുതെ പയറ് പോലെ നടക്കുന്ന അമ്മയ്ക്ക് തറവാദമാണെന്ന് പറഞ്ഞാണ് ട്രാൻസ്ഫർ വാങ്ങിക്കുന്നത്. അതൊന്നും ദൈവരാജ്യമല്ല, ലോകരാജ്യമല്ലേ. ജോലി ഉടമ്പടി ചെയ്ത് ജോലി വാങ്ങിച്ചത് നിങ്ങളുടെ ഒരു ആവശ്യത്തിന് വേണ്ടി. ഉടമ്പടിയിലുണ്ടായിരുന്ന വിശുദ്ധി അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ട്രാൻസ്ഫർ കിട്ടിയപ്പോൾ നഷ്ടപ്പെട്ട്. എങ്ങനെ നഷ്ടപ്പെട്ട്? ഇപ്പോൾ നിങ്ങൾ യൂണിയൻകാർക്ക് 50,000 രൂപ കൊടുത്തിട്ട്, അപ്പോൾ അവർ പറഞ്ഞ് കള്ളക്കഥ എഴുതാൻ പറഞ്ഞിരിക്കുകയാണ്. എന്താണ്? അമ്മ ഒടുങ്ങിക്കിടക്കുകയാണ്, അമ്മയ്ക്ക് ക്യാൻസറാണ്. വെറുതെ പയർ പോലെ നടക്കുന്ന അമ്മയ്ക്ക് ക്യാൻസറാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ട്രാൻസ്ഫർ വേണം. കള്ള നുണ പറഞ്ഞ് ഉടമ്പടി എടുത്ത് ജോലി കിട്ടി, കള്ള നുണ പറഞ്ഞിട്ട് ഇപ്പം നടക്കണത് എങ്ങനെയാണ്? ലോകരാജ്യത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ പിശാച് ഇവിടെ വരുമ്പോൾ തന്നെ ദൈവത്തിന് അറിയാം ഇത് ഒറ്റ നടക്ക് പോകണില്ല, കാര്യം കാണാൻ വേണ്ടി മാത്രം വന്നതാണ്. കാര്യം കണ്ടു കഴിയുമ്പോൾ ദൈവരാജ്യത്ത് നിന്ന് പോയിട്ട് ലോകരാജ്യത്തിലാകുമെന്നാണ്. അതാ മനുഷ്യരുള്ളത് എന്താണെന്ന് എനിക്കറിയാവുന്നു. ശ്രുതികട്ടെ ഹല്ലേലൂയ. നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. മത്തായി 7:11 മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നുവെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്നവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. അപ്പൊ നിങ്ങൾ ഉടമ്പടിയിൽ പിശുക്ക് കാണിക്കരുത്. നിങ്ങൾ ചവിട്ടി പിടിക്കണമുണ്ട് നിങ്ങൾക്ക് കുഴപ്പം വേണ്ടത്. എങ്ങനെ, അതായത് ഒരു പത്രം, ആ കാണിക്കുന്ന പത്രം എങ്ങനെ പെട്ടെന്ന് കൊടുത്തു തീർക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കണം. അപ്പോൾ നിങ്ങൾ ചവിട്ടി പിടിക്കുകയാണ്. ഇത് ശുഭമാക്കത്തില്ല. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആ പത്രം ഒരെണ്ണമാണ് കൊടുക്കണമെങ്കിലും അവൻ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കണം. ഒരു പത്രമാണ് നിങ്ങൾ കൊടുക്കണത്, പക്ഷെ അത് ആ കൊടുക്കുന്ന ആൾ കൃപാസനത്തിൽ വരണമെന്ന് നിങ്ങൾ, അവൻ വന്നാലും മതി, അത് അവൻ്റെ കാര്യം, ഞാൻ കൂടെ ആളെ കൊടുത്ത്, ഇങ്ങനെ വല്ല കാര്യമുണ്ടോ? ഇത് ശുഭമാക്കണമല്ല. അവൻ വന്നാലും വന്നില്ല, എനിക്ക് പ്രശ്നമൊന്നും, ഞാൻ കൊടുക്കാൻ ആളെ കൊടുത്തൊന്ന്. ഇങ്ങനെ പോയാൽ ശുഭമാക്കത്തില്ല, അശുഭമാകാൻ സാധ്യതയുണ്ട്. നമ്മൾ അത് കൊടുക്കുമ്പോൾ തന്നെ ചിന്തിക്കണം, കർത്താവേ. ചിലർ അവിടെ നിന്നുകൊണ്ട് ആ വെയിലത്ത് നിന്നുകൊണ്ട് പിടിച്ചെടുത്ത അനുഭവങ്ങൾ പറയും. എൻ്റെ ചേച്ചി, അങ്ങനെ സംശയിക്കേണ്ട കാര്യമില്ല, ഞാൻ തന്നെയാണ് എൻ്റെ സാക്ഷി. ഞാൻ ഇങ്ങനെ അവസ്ഥത്തിലായിരുന്നു. ഇന്ന് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾക്ക് തരുന്നതിൻ്റെ കാരണം ദൈവം ഇടപെട്ടാണ്. അമ്മ ജീവിക്കുന്ന സാക്ഷ്യമാണ് അവിടെ നടക്കുന്നത്. അമ്മ കാണേണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അവർ ഒരു പത്രം കൊടുത്താൽ അത് വെച്ചുകൊണ്ട് അവർ 9 പേരെ പിടിക്കും. അതാണ് ശുഭമാക്കി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൈകൾ ഉയർത്തി, സ്വരമുയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗസൗഖ്യ പ്രാർത്ഥനയുടെ സമയമാണ്. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ കൈകൾ രോഗമുള്ളിടത്തേക്ക് കൈകൾ മാറി മാറി വെച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒത്തിരി സാക്ഷ്യങ്ങൾ നമുക്ക് ഈ ദിവസങ്ങളിൽ സാക്ഷ്യങ്ങൾ കേൾക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ 10 മിനിറ്റ് ആയിരിക്കും രോഗസൗഖ്യ പ്രാർത്ഥന. രോഗം മുഴുവൻ എത്രയോ മനുഷ്യരിലാണ് ദൈവത്തിൻ്റെ സാന്നിധ്യവും സൗഖ്യവും അടയാളം കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ, ഒരു ദിവസം 2-3 സാക്ഷ്യങ്ങൾ ഞാൻ കേട്ട് ഈ സമയത്തുള്ള പ്രാർത്ഥനയുടെ സാക്ഷ്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ഏകാഗ്രതയോടെയും വളരെ ചൈതന്യത്തോടുകൂടി വേണം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ, നല്ല വിശ്വാസത്തോടെ കൂടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന. ഹല്ലേലൂയ. ആഴത്തിലിന്നോട് ഇടപെടണേ, ആഴത്തിലിന്നോട് ഇടപെടണേ,
ശക്തമാ ആരിലും ശ്രേഷ്ഠമാ ആരിലും ശക്തമാ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അച്ഛൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയത്തോടെയും ഭക്തിയോടെയും വിശ്വാസത്തോടെയും ദൈവസ്നേഹത്തോടെയും സന്തോഷത്തോടെയും പ്രത്യാശയോടെയും രോഗാതുരമായ സ്ഥലങ്ങളുടെ കൈകൾ മാറ്റി കർത്താവിൻ്റെ നാമത്തിൽ വെക്കണം. മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ അച്ഛനല്ല സുഖപ്പെടുത്തുന്നത്, മാതാവിൻ്റെ മധ്യസ്ഥ ഈശോ ചെയ്യുന്നതിന് നമ്മൾ ഒരു നിമിത്തവും നിയോഗവുമാകുകയാണ്. ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യത്തെ പ്രകടമാക്കണമേ. ശ്രുതികടേ 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാ കൃപാസാർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലെ ഈ അൾത്താറയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ കർത്താവെ നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്ന അങ്ങയുടെ മക്കളെ അങ്ങ് സ്പർശികളെ പ്രാർത്ഥിക്കുന്ന അടിപ്പഴ പോലെ ദൈവികമായ ശക്തി അങ്ങയുടെ മക്കളുടെ ഹൃദയത്തിലേക്ക്, ശരീരത്തിലേക്ക്, കരളിലേക്ക് കർത്താവെ എല്ലാ ആന്തരിക അവയവങ്ങളെ സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, അമ്മേ പരിശുദ്ധമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ. ഉച്ച മുതൽ ഉള്ളംകാൽ വരെ കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ, കർത്താവിൻ്റെ രക്തം പടരട്ടെ. കോശങ്ങള്, പേശികള്, സിസ്റ്റുകള്, മുഴകള്, ക്യാൻസർ രോഗങ്ങള് കർത്താവിൻ്റെ ശബ്ദത്താൽ, കർത്താവിൻ്റെ സാമീപ്യത്താൽ, കർത്താവിൻ്റെ സ്പർശത്താൽ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവദുരിതങ്ങള്, മാർഗരോഗങ്ങള്, തീരാവേദികള്, ജീവിതരംഗ സ്പണ്ടിലോസ് അസുഖങ്ങള്, പ്രോസ്റ്റേറ്റ് അസുഖങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, എപ്പിലെപ്സി രോഗങ്ങള്, ഫിക്സ് രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ ഫിക്സ് രോഗങ്ങള്, അപസ്മാര രോഗങ്ങള്, സ്പണ്ടിലോസ് അസുഖങ്ങള്, കരൾ രോഗങ്ങള്, നടുവലിൻ്റെ വേദനകള്, സ്പൈനക്കോഡിൻ്റെ രോഗങ്ങള്, യേശുവിന് കാഴ്ചയില്ലാത്ത അവസ്ഥകള്, മുക്കിൽ ദിശ വളരുന്ന അവസ്ഥകള് കർത്താവിൻ്റെ നാമത്തിൽ, തൊണ്ടയുടെ അസുഖങ്ങള്, തൈറോയ്ഡ് രോഗങ്ങള്, ശ്വാസകോശത്തിൻ്റെ രോഗങ്ങള് കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ ശ്വാസകോശങ്ങൾ കഴുകപ്പെടട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വലിയ രോഗങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവിൻ്റെ വിശുദ്ധമായ രക്തത്താൽ വാതരോഗങ്ങള്, കലരോഗങ്ങള്, ഹൃദയ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തില് ഗർഭാശയ രോഗങ്ങള്, ഉദരാശയ രോഗങ്ങള്, ആമാശയ രോഗങ്ങള്, പെൺകുടന്റെ രോഗങ്ങള്, പീഹായുടെ രോഗങ്ങള്, പങ്ക്രാസ് രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, അണ്ഡാശയ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങള്, തീരാവേദികള്, ക്ഷയരോഗങ്ങള്, ഉറക്കമില്ലാത്ത അവസ്ഥകള്, ഷുഗർ രോഗങ്ങള്, പ്രഷർ രോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ, മാർഗരോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ, മാർഗരോഗങ്ങള് യേശുവിൻ്റെ നാമത്തിൽ തീർന്നു പോകട്ടെ. ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ ഹല്ലേലൂയ 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 യേശുവേ യേശുവേ മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം ആരാധന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും
പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ, ദൈവം നേരിട്ട് ഇറങ്ങി വസിക്കുന്ന സമയമാണ്. അമ്മ മാതാവിൻ്റെ ജീവനുള്ള അർത്താറെ അമ്മ മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ലക്ഷ്യങ്ങളെ ആശീർവദിച്ച് സൗഖ്യപ്പെടുത്തിയിട്ടുള്ള വലിയ ദൈവികമായ സങ്കേതത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾ ആശ്രയിക്കുന്നത്. നിങ്ങൾ ഏത് രാജ്യത്തിലിരുന്നാലും ഓർക്കുക, ദൈവം നിങ്ങളുടെ കൂടെ അവിടെയുണ്ട്. ഈ ആരാധന ശക്തിയാൽ നിങ്ങളെ സ്പർശിച്ച സമയമാണ്. ജോലി ഇല്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു, വിസ അതുപോലെ തന്നെ കിട്ടാത്തവർക്ക് വേണ്ടി പുതുക്കാൻ പറ്റാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ ഓഫർ ലെറ്റർ വന്ന പക്ഷേ മറ്റ് പ്രൊസീജിയറൊന്നും നടന്നിട്ടില്ല, അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ നാട്ടിൽ പരീക്ഷ എഴുതുന്ന മക്കൾ, നാട്ടിൽ പരീക്ഷ എഴുതി കഴിഞ്ഞ വിഷയങ്ങൾ, തോക്കുമെന്ന് സങ്കടപ്പെടുന്ന വിഷയങ്ങൾ, അതുപോലെ തന്നെ ജപ്തി നടപടി നേരിടുന്ന വ്യക്തികൾ, സ്ഥലങ്ങൾ, അതുപോലെ തന്നെ ജീവിത മാർഗമില്ലാത്തവർ, ജീവിക്കാൻ മാർഗമില്ലാത്തവർ, 10 പൈസയുടെ വരുമാനമില്ലാതെ വേദനിക്കാൻ വിഷമിക്കുക, എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ലാതെ സങ്കടപ്പെടുന്നവർ, കുടുംബ സമാധാനം ഇല്ലാത്തവർ, മദ്യപാനവും ലഹരിയും അതിന് അടിക്കപ്പെട്ട് സമാധാനം നഷ്ടപ്പെട്ട വ്യക്തികൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ഭീഷണികൾ നേരിടുന്നവർ, നാട്ടിലെ ഭീഷണി, ഗുണ്ടകളുടെ ഭീഷണി, പലതരത്തിലുള്ള ആശ്വാസം അനുഭവിക്കുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, അതുപോലെ തന്നെ യൂണിയൻകാരുടെ പ്രോബ്ലംസ്, പലതരത്തിലുള്ള യൂണിയൻ പ്രോബ്ലംസ് അനുഭവപ്പെടുന്നവർ, പലതരത്തിലുള്ള ഓഫീസർമാർ, ജോലിക്കാർ, ജീവനക്കാരുടെ ജീവിത പ്രശ്നങ്ങൾ, സർവീസ് പ്രോബ്ലംസ്, ഇങ്ങനെ ഓരോ വിഷയത്തിനും വരും ദൈവികമായ ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടി നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട എല്ലാ കാര്യങ്ങളിലും കർത്താവിൻ്റെ കൈ സുരക്ഷിതമാകാൻ പരിശുദ്ധമ്മ നിന്റെ മാധ്യസ്ഥ നിനക്ക് എന്തിനു വേണം നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആ നിയോഗങ്ങളെക്കുറിച്ച് നീ ഇപ്പോൾ ചിന്തിക്കുകയും ആലോചിക്കുകയും പ്രാർത്ഥിക്കുകയും സമർപ്പിക്കുകയും ചെയ്യുക. ഇടിമുഴക്കാൻ പോലെ ശ്രുതിക്കട്ടെ, യേശുവിനെ ശ്രദ്ധയിലേക്ക് കൊടുക്കട്ടെ, ശ്രുതിക്കട്ടെ. എല്ലാവിധ അസ്വസ്ഥങ്ങളും എല്ലാ ജീവിത തടസ്സങ്ങളും യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. സുഖപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ നാമത്തെ വീണ്ടും വീണ്ടും ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിലെന്നോടും നിടപെടണേ, ആത്മാവിലെന്നോടും നിടപെടണേ. എല്ലാവരും മുട്ട നിൽക്കുക. മൗനമായി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. ചിലർ നിസ്സാര കാര്യങ്ങൾ കേൾക്കുമ്പോൾ പെട്ടെന്ന് മനസ്സ് ചാഞ്ചലപ്പെടുകയും വിഷമിക്കുകയും ചെയ്യുന്നവരുണ്ട്. അവരുടെ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചൊല്ലിക്കൊണ്ട് സ്തുതിക്കട്ടെ. അവർക്ക് കർത്താവ് ആത്മധൈര്യം തരുന്ന സമയമാണ്. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയനുടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് ഒരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. ഉടമ്പടി നിബന്ധനകൾ സന്തോഷത്തോടെ ദൈവസ്നേഹത്തോടെ മരിയൻ സമർപ്പണ ചൈതന്യം ഉൾക്കൊണ്ട് ചെയ്യുന്നതിലൂടെ ഈശോയെ കൃപ സമ്പാദിക്കുവാനും കർത്താവ് ഞങ്ങളോട് കൂടെ വന്ന് എല്ലാ കാര്യങ്ങളും ശുഭമാക്കുവാനുള്ള വലിയ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ശിരസ്സ് നമിച്ച് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ